ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യണേ. വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ബൈബിള് നമ്മളെല്ലാവരും വിശ്വാസമെന്ന് പറയണ പോലല്ല ബൈബിൾ വിശ്വാസമെന്ന് പറയണത്. ബൈബിൾ വിശ്വാസമെന്ന് പറയണത് നമ്മൾ പറയണ ഒരു വിഷയമല്ല, അത് വേറെ ഒരു വിഷയമാണ്. നമ്മൾ വിശ്വസിക്കുന്നൊക്കെ പറയത്തില്ലേ. പക്ഷേ ഇപ്പോൾ ഉദാഹരണത്തിന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 31-32 വചനങ്ങൾ വായിച്ചേ. പാടി കർത്താവിലേക്ക് ഞാൻ കൈ നീട്ടിയപ്പോൾ കർത്താവ് എന്നെ ഒരു കാഴ്ച കാണിച്ചു. ഒരു ഞണ്ട് ഇങ്ങനെ അത് ചത്ത് മലർന്ന് കിടക്കണതാണ്. അപ്പോൾ ഓൺലൈനിലുള്ളവർ ശ്രദ്ധിക്കണേ, നിങ്ങൾ തീർത്ഥാടനത്തിലുള്ള നിങ്ങളും ശ്രദ്ധിക്കണം. എന്താണെന്നറിയാവോ, ഞണ്ടെന്നൊക്കെ പറയണത് ഈ ക്യാൻസർ രോഗത്തിൻ്റെ ഒരു അടയാളമാണ്, മെഡിക്കൽ അടയാളമാണ്. അപ്പം അതിൻ്റെ അർത്ഥം കർത്താവ് ക്യാൻസർ രോഗികളെ ഈ കൂട്ടായ്മയെ സുഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. കൈയടിഞ്ഞ അമലോത്ഭവ തിരുനാളാണ്. ഇന്ന് ഡിസംബർ 8-ാം തീയതിയാണ്. ഒരു 2-3 മാസത്തിന് ശേഷം 7 പേര് ഈ മെസ്സേജിൽ ക്യാൻസർ സുഖപ്പെട്ടതിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വചനം കേൾക്കാം. മത്തായി 21:31-32 തിരുവചനങ്ങൾ. ഈ 2 പേരിൽ ആരാണ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയത്? അവർ പറഞ്ഞു, രണ്ടാമൻ. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല. ഇതിൻ്റെ ഈ വചനത്തിൻ്റെ ഒരു പോക്ക് കണ്ടില്ലേ? ഡിസംബർ 7-ാം തീയതി ഇന്നലെയായിരുന്നു. ഇന്നലെ വെളുപ്പിന് ഈശോ പറഞ്ഞൊരു വചനമാണിത്. എല്ലാ കാലങ്ങളിലും മാതാവിൻ്റെ 2 ദിവസങ്ങളിലാണ് വെളിപാടുണ്ടാകുന്നത്. അത് സ്വപ്നമായിട്ടുണ്ടാകും, ദർശനമായിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിട്ട് ഇൻസിഡൻറ്റിൻ്റെ സുവിശേഷം എടുക്കുമ്പോൾ മെസ്സേജ് ഉണ്ടാകും. ഇങ്ങനെ ദൈവത്തിൻ്റെ അനുഭവങ്ങൾക്ക് ഈ കാലത്ത് ഒരു പഞ്ഞുമില്ല. പഞ്ഞം നമ്മൾക്കുണ്ടാകുന്നതാണ്. നമ്മൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ദൈവത്തിൻ്റെ അടയാളങ്ങളോ അക്ഷരങ്ങളോ ഒന്നും നമുക്ക് മനസ്സിലാകാത്തതിൻ്റെ കാരണം. ദൈവികമായ വെളിപാടുകൾക്കൊന്നും ഒരു പഞ്ഞുമില്ല. കാര്യം എനിക്ക് കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു സൂചന ഉണ്ടായിരുന്നു, മാതാവ് വെളുപ്പിനെ സംസാരിക്കുമെന്നാണ്. കുറേ വിഷയങ്ങൾ സംസാരിച്ചു. ഞാൻ നോട്ട് ബുക്ക് 3 പേജ് എഴുതിയിട്ടുണ്ട്. 3 പേജ് എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു വിഷയം അവസാനം, ആ മെസ്സേജുകളെല്ലാം അവസാനിക്കുകയാണത് ആ സമയത്ത് ഈ മെസ്സേജിനെ സ്ഥിരീകരിക്കാനുള്ള വചനം വിശ്വാസ പ്രമാണം ചൊല്ലി എടുത്തപ്പോഴാണ് എനിക്ക് ഈ വചനം കിട്ടിയത്. ഏതാണ്? മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 31-32 തിരുവചനങ്ങൾ. ഒന്ന് വായിച്ചേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല. ഇത് ഉടമ്പടിയുമായിട്ട് ഒത്തിരി കണക്റ്റഡ് ആയിട്ടുള്ള വാക്കാണെന്ന് തോന്നണം. കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വചനം വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. യോഹന്നാൻ, ഈശോ പറഞ്ഞ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു. സുവിശേഷത്തിന് പല മാർഗമുണ്ട്. ഭക്തിയുടെ മാർഗമുണ്ട്, അതാണ് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ. നീതിയുടെ മാർഗമുണ്ട്, അതാണ് ഉടമ്പടി മാർഗം. അവൻ പറയണ പോലെ ചെയ്യുന്ന, നമ്മൾ പ്രവർത്തിക്കുന്ന മാർഗം, പ്രവർത്തനത്തിൻ്റെ മാർഗമാണ്. അതിന് ബൈബിൾ വിളിക്കുന്ന പേര് നീതിയുടെ മാർഗം എന്നാണ്. എന്താ കാര്യം? പട്ടാളക്കാർ വന്ന് യോഹന്നാൻ്റെ പ്രസംഗം കേട്ടപ്പോൾ പട്ടാളക്കാർ വന്ന് ചോദിച്ച്, ഞങ്ങൾ എന്താണ് ഞങ്ങൾക്ക് പശ്ചാത്താപമുണ്ട്, പക്ഷേ പശ്ചാത്താപത്തിൻ്റെ ഭാഗമായിട്ട് വാട്ട് വി ഷുഡ് ഡു, ഞങ്ങൾ എന്ത്
ചെയ്യണം. അപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ശമ്പളം കൊണ്ട് തൃപ്തിപ്പെടണം. അതാണ് നീതിയുടെ മാർഗം. ആരെയും ഭീഷണിപ്പെടുത്തി കോഴ വാങ്ങിക്കരുത്. ഉണ്ടാ, ഇതാണ് നീതിയുടെ മാർഗം എന്നാണ്. അതാണ് ഈശോ പറയണത്. യോഹന്നാൻ്റെ പ്രഭാഷണം അതുപോലെ അക്സെപ്റ്റ് ചെയ്തിരിക്കണം കർത്താവ്. അപ്പോൾ ഓരോരുത്തരും യോഹന്നാൻ്റെ അടുത്ത് വന്നിട്ട് ആ ടേക്ക് ദ വേർഡ് ആ ഭാഗങ്ങളൊന്നും എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന ആരാധന. യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 3:14 ലുക്ക 3:14. പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായ കുറ്റാരോപണവും അരുത്, വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. ഇതാണ് നീതിയുടെ മാർഗം. എല്ലാ പ്രൊഫഷനും ഒരു മാർഗമുണ്ട്. ഇപ്പം നിങ്ങൾ അധ്യാപകരാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നേഴ്സാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ പ്രൊഫഷൻ അതാണ്. ആ പ്രൊഫഷന് അതിൻ്റെ ഒരു എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സ് വിട്ട് നിങ്ങളെ അധപ്പതിക്കരുതെന്നാണ് ഈ പറയണത്. അതാണ് നീതിയുടെ മാർഗമെന്ന് പറയണത്. ഇപ്പം നിങ്ങളൊരു മെഡിക്കൽ പ്രാക്ടീഷണറാണ്, ഡോക്ടറാണ്. അപ്പോൾ നിങ്ങളൊരു ഈ അഫയേഴ്സിൽ പെട്ടവർക്ക് അബോർഷൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ 2-3 ലക്ഷം രൂപ തരും രക്ഷപ്പെടാൻ വേണ്ടി. ആരെങ്കിലും ചെയ്യട്ടെ, നിങ്ങളെന്തിനാണ് ആ രക്തത്തിൽ പങ്കെടുക്കണത്? മനസ്സിലായില്ലേ? അതാണ് നീതിയുടെ മാർഗം. ഇപ്പം നിങ്ങൾ ഡോക്ടറാണ്. ചില ഡോക്ടർമാർ ഇങ്ങനെ അബോർഷൻ ക്ലിനിക്ക് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അമേരിക്കയിലൊക്കെ ഉള്ളതുപോലെ. രഹസ്യമാണ്, പുറത്ത് എഴുതി വെച്ചിട്ടില്ല, പക്ഷേ രഹസ്യമാണ്. ആര് വന്നാലും ഇപ്പം ഈ ലവ് അഫയേഴ്സിനും കവിതാക്കൾക്ക് അറിയാം എവിടെയാണ് അബോർഷൻ നടത്തണമെന്ന്. അപ്പോൾ അവർ ആ സ്ഥലത്തേക്ക് പോകും. അവർക്ക് വേറെ ഒരു ചികിത്സയും വേണ്ട, ഈ കുഞ്ഞുങ്ങളെ കൊന്നു കൊടുത്താൽ മതി. അതിനേക്കാൾ നല്ല അവർ ഇറച്ചിക്കട നടത്തണം അവർക്ക്. അതാണ് വിഷയം. കുറച്ച് കഴിയുമ്പോൾ ഈ നീതി പ്രൊഫഷണൽ ജസ്റ്റിസ് ഉണ്ട്. ഈ പ്രൊഫഷണൽ ജസ്റ്റിസ്, അതാണ് യോഹന്നാൻ നിങ്ങളെ നീതിയുടെ മാർഗത്തിലൂടെ അദ്ദേഹം സുവിശേഷം കൈമാറിയപ്പോഴേ അത് സത്യസന്ധമായിട്ടാണ് കൈമാറിയിരിക്കുന്നത്, അല്ലാതെ സുഖിപ്പിച്ചല്ല. ആൾക്കാരെ സുഖിപ്പിച്ച് ദൈവത്തിൻ്റെ അടുത്ത് അനുദപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവം ഇങ്ങനെ ആനക്കൂന തരുമെന്നല്ല പറഞ്ഞത്. സത്യസന്ധമായ സുവിശേഷം നീതിയുടെ മാർഗമാണ്. ഉടമ്പടി അന്വേഷിക്കുന്നത് ഈ നീതിയുടെ മാർഗമാണ്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ സിമി എന്നും പറഞ്ഞൊരു സീനിയർ നേഴ്സ്, ഇംഗ്ലണ്ടിൽ 20 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്ന സീനിയർ നേഴ്സിൻ്റെ സാക്ഷ്യം ഇന്ന് അപ്പീലുണ്ട്. പെട്ടെന്നാണ് റീച്ച് ചെയ്യുന്നുണ്ടത്. 11,000 ആയെന്ന് തോന്നണം. പെട്ടെന്ന്. കാര്യം സത്യസന്ധമായ വെടിച്ചിൽ സാക്ഷ്യമാണ്. എന്താ സിമി പറയണത്? എന്താണ് സിമി ഒരിക്കൽ ഇവിടെ വന്ന് എങ്ങനെ വന്നതാണ്? മാതാവിൻ്റെ അടുത്ത് അവളുടെ അമ്മ നേർച്ച നേർന്ന്, ആ സഹോദരിയുടെ അമ്മ നേർച്ച നേർന്ന്. അപ്പം അമ്മയോട് പറഞ്ഞ്, ഞാൻ ആവശ്യമായിട്ട് പള്ളിയും പ്രാർത്ഥനയൊക്കെ ഉള്ള ആളാണ്, അമ്മ എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് നേർച്ച ഒന്നും നേരണ്ട, ഇങ്ങനെ ലോകം മുഴുവനുള്ള ധ്യാനകേന്ദ്രത്തിൽ എന്നെക്കുറിച്ച് നടക്കേണ്ട കാര്യമെല്ലാം ഉണ്ട്. അമ്മയെ വഴക്കിട്ടുകൊണ്ടാണ് അവരിവിടെ വരണത്. ഇവിടെ വരുമ്പോൾ കോവിഡിൻ്റെ ടൈം കഴിഞ്ഞ് വന്നപ്പോൾ ചെറിയ കോവിഡ് മാന്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അമ്മ എന്തോ കാര്യം ഉടമ്പടിയെക്കുറിച്ച് അറിയത്തില്ല, അവർക്ക് എന്തോ എഴുതി കൊടുക്കുന്ന പരിപാടിയാണ്, അതുകൊണ്ട് പെട്ടിയിടുന്ന പരിപാടിയാണെന്നാണ് അമ്മ ധരിച്ചത്. അപ്പോൾ അമ്മ എന്തോ എഴുതി കൊടുത്ത് ഇവിടുത്തെ സിസ്റ്ററിന് കൊടുത്ത്. അപ്പോൾ അന്നുണ്ടായിരുന്ന സിസ്റ്റർ പറഞ്ഞ്, ചേച്ചി ഇത് ഇപ്പോഴല്ല ചെയ്യണത്, കുറച്ച് ടൈം എടുക്കും, ഇപ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് സ്വീകരിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സിമി അവിടെ നിന്ന് വെച്ചാൽ പറഞ്ഞു, ഇതെന്താ മാതാവ് ഇപ്പോൾ സ്വീകരിക്കത്തില്ലേ, മാതാവ് എന്താ അവധിക്ക് പോയിരിക്കണമെന്ന് ചോദിച്ചു. തോന്നിവാസം ചോദിച്ചതാണ്. ചില ആൾക്കാർക്ക് അങ്ങനെ തോന്നും പെട്ടെന്ന്, അവരുടെ ഒരു മെൻ്റൽ സ്റ്റേച്ചർ അനുസരിച്ചുണ്ട്. പക്ഷേ പിന്നെ ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് പിന്നെ ഇവർക്ക് 1 by 1 ആയിട്ട് പ്രോബ്ലമായി വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ലോകത്തിലുള്ള ഒത്തിരിയേറെ മനുഷ്യർ കാര്യങ്ങളറിയാതെ കൃപാസനം മാതാവിനെയും കൃപാസനം മാതാവെന്ന് പറയണത്, കൃപാസനം പത്രം എന്ന് പറയണത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സന്ദേശം ലോകത്തിലെത്തിക്കാനുള്ള ദൈവത്തിൻ്റെ കൈകളാണത്. ഞങ്ങൾക്കതിനെക്കുറിച്ച് നല്ല ബോധമുണ്ട്. സഭയുടെ അകത്തു നിന്നൊക്കെ ഞങ്ങൾക്ക് നല്ല സമ്മർദ്ദമായിരുന്നു ഈ പത്രത്തിൻ്റെ വിഷയം വന്നപ്പോഴേ. ഇവിടെയുള്ള എക്സിക്യൂട്ടീവ്സ് പറഞ്ഞു വെച്ചാൽ ഒരു പത്രം കൊടുക്കാച്ചാന്ന് പറയും. ഒരു പത്രമില്ല കൊടുക്കാൻ പറ്റത്തുള്ള ആൾക്കാർക്ക് എങ്ങനെ അച്ഛൻ 9 പത്രം കൊടുക്കണമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല എന്നോട് പറഞ്ഞത് ഞാൻ ചെയ്യത്തുള്ളൂ, നിങ്ങളോട് പറഞ്ഞിട്ടല്ല കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞോ? നിങ്ങളോട് കൃപാസനത്തെക്കുറിച്ച് ദൈവം പറഞ്ഞോ? ഇല്ല. 87-89 എന്നോട് ആ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞത്. ഞാൻ ആ കൃപാസനം ഉടനെ സ്ഥാപിച്ചിട്ട് നിങ്ങളെ വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ.
വേറെ ഒരു കുഴപ്പം ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് കണ്ണി കണ്ടവരെ ഇഷ്ടപ്പെട്ടവരെ വിളിച്ചു കൃപാസനത്തിലേക്ക് ചേർത്തു എന്നേ ഉള്ളൂ. അല്ലാതെ ഒരു സങ്കടം നമുക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചതല്ല. അപ്പോഴങ്ങനെ വിളിച്ച് ചേർത്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് എല്ലാ കാര്യങ്ങളും മാതാവിൻ്റെ പ്രത്യക്ഷീകരണവും അതിനുശേഷം ഉണ്ടാകുന്ന ഉടമ്പടിയും ഒക്കെ ദൈവിക വെളിപാടാണ്. ഞാൻ ദൈവത്തിൻ്റെ വചനങ്ങളോട് കർക്കശ്യമായ നീതി പുലർത്തുമ്പോൾ ദൈവം എന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ആളാണെന്ന് മനസ്സിലാക്കിയിട്ട് കാലാകാലങ്ങളിൽ ദൈവം പറഞ്ഞുകൊണ്ടേയിരുന്നു, ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഉടമ്പടി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് പ്രത്യക്ഷീകരണം നടന്നിട്ട് 10 കൊല്ലം ആയില്ലേ, ഇന്ന് മറ്റേത് നീ ചെയ്താ, അതുകൊണ്ട് നീ ഇനി പണിക്ക് നടക്കണ്ടേ എന്ന് പറഞ്ഞ് എന്നെ ആട്ടി ഓടിച്ച പോലെ വാടിപ്പെട്ട് ഓടിച്ചതാണ്. എനിക്ക് അകത്ത് കയറാൻ അനുവാദമില്ല. നിങ്ങളോടൊക്കെ ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ 5 മിനിറ്റിനുള്ളിൽ ദൈവം എന്നെ അവിടെ കയറ്റിയില്ലെങ്കിലും എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്ന് ഞാൻ കാറിൽ തിരിച്ച് കാറ് ഇങ്ങോട്ട് വളഞ്ഞപ്പോൾ തന്നെ കേരളത്തിലേക്ക് വളഞ്ഞപ്പോൾ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നു. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ എല്ലാ ദിവസവും വെളുപ്പിനെ 5 മണിക്ക് അച്ഛൻ ചെല്ലത്തില്ലേ, 20-ാം വർഷം ആ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലണത്. അത് ചെറിയ പ്രത്യക്ഷ പ്രാർത്ഥന ഇരുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആദ്യത്തേത് ദശക പ്രാർത്ഥന, ഇപ്പോൾ ദശകം 20 വർഷമായതിൻ്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കുറേ നാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ അമ്മ ഉടമ്പടിയെക്കുറിച്ച് പറയണത്. ഇപ്പോൾ ഉടമ്പടിയെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഉടമ്പടി നീതി, യോഹന്നാൻ്റെ നീതിയുടെ മാർഗമായിട്ട് ഇതിന് ബന്ധമുണ്ടെന്നാണ് പറയണത്. ഇപ്പോൾ പറഞ്ഞു കേട്ടില്ലേ, ഇന്നലെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വെളുപ്പാൻ കാലമാണ്. എന്താ പറയണത്? ഉടമ്പടി നീതിയുടെ മാർഗമാണെന്ന് ജനങ്ങളോട് നീ പറയണം. അല്ലാതെ പ്രാർത്ഥന മാത്രം ചൊല്ലിക്കൊണ്ടിരിക്കരുത്. വീട്ടിൽ പോയി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് മാത്രം ഇരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടി ആരും മസിൽ പിടിക്കേണ്ട കാര്യമില്ല. അതാണ് പച്ചക്ക് പറയുകയാണ് സംഭവം. ജീവിതം കറക്റ്റ് ചെയ്യാതെ പ്രാർത്ഥിച്ച് മാത്രം ഇരുന്ന പിച്ചുമ്പയും പറഞ്ഞ ആൾക്കാർ പോലെ ഇരിക്കും. ഉടമ്പടി ഒരു പ്രാർത്ഥനയുടെ മാർഗമല്ല, മറിച്ച് എന്താണ്, അത് പ്രാർത്ഥനയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ബേസിക്കായിട്ട് നീതിയുടെ മാർഗമാണ്. ഒന്നൊരു വായിച്ച മാറ്. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. ഇതാണ് പ്രശ്നം. ഉടമ്പടി മാർഗത്തിലൂടെ നിങ്ങളെ സമീപിക്കുന്നു. നിങ്ങൾ ഉടമ്പടി ചെയ്തിട്ടുണ്ട്, പക്ഷേ ഉടമ്പടി ചെയ്ത കുറേ ആൾക്കാർ ദൈവം വിശ്വസിക്കണില്ല. ഇതാണ് ഇതിൻ്റെ ട്രാജഡി. ഉടമ്പടി ചെയ്ത അണ്ണന്മാർ കേൾക്കണം കേട്ടോ. ഉടമ്പടി ചെയ്ത 50% പേരെയെങ്കിലും ദൈവം വിശ്വസിക്കണില്ല. എന്താ കാരണം? യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ വന്നു. വായിച്ചോ. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പട്ടാളക്കാരും അത് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ യോഹന്നാൻ എന്ത് പറഞ്ഞു? നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്. കിമ്പളം മേടിക്കാനല്ല ഭീഷണിപ്പെടുത്തുന്നത്. എല്ലാ വീടുകളിലൊക്കെ കയറിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അപ്പം എടുത്തുകൊണ്ട് പോവുക. അന്നത്തെ പട്ടാളക്കാരുടെ മെയിൻ പരിപാടിയായിരുന്നു. വസ്ത്രം എടുത്തുകൊണ്ട് പോവുക, പെണ്ണുങ്ങൾ മാത്രമുള്ള സ്ഥലത്ത് നിന്ന് അവരെ ഡിസ്റ്റർബ് ചെയ്യുക. ഇതാണ് അവരുടെ അഴിമതി. അന്നത്തെ റോമാൻ പട്ടാളക്കാരല്ലേ, അവരുടെ അഴിമതി അതാണ്, നമ്മൾ കണ്ടതാണത്, ബൈബിളുണ്ടത്. അപ്പോൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്. പിന്നെ എന്താണ്? വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. അത് നിസ്സാര കാര്യമല്ല. അതാണ് അതിന് ദൈവം പറയണത്. ഇപ്പം നിങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നു എങ്കിലും നിങ്ങളെ കിമ്പളം വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, കിമ്പളം വാങ്ങിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ദൈവം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനും, യോഹന്നാൻ എന്താ പറയണമെന്നറിയാവോ? എന്തുകൊണ്ട് കിമ്പളം വാങ്ങിക്കേണ്ടെന്നാണ് പറയണമെന്നറിയാവോ? അതായത് നിങ്ങളുടെ ശമ്പളം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടണം. ഇവിടുത്തെ മെയിൻ പ്രശ്നം അതാണല്ല. ഇപ്പോൾ 1,00,000 രൂപ ശമ്പളമുള്ള ആളിനെ എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ ഈ നക്കാപ്പിച്ച ധർമ്മച്ചട്ടിയിലേക്ക് കൈയിട്ട് വരണത്? എന്താണ്? അയാൾക്ക് തൃപ്തിയില്ല. അവർക്ക് തൃപ്തി ഇല്ലെങ്കിലും ഇത് ഒരു മാനസിക രോഗമാണ് തൃപ്തിയില്ലെന്ന് പറയണത്. അല്ലാതെ അത് ഒരു മാനുഷിക പ്രശ്നമല്ല. തൃപ്തിയില്ലെന്ന് പറയണത് ഒരു മാനസിക രോഗമാണ്. എന്താ കാര്യം? ഒരു ലേഡി, ഒരു 10-40 വയസ്സുള്ള ലേഡിയുടെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടാന്നറിയത്തില്ല. അവർ പറയണത്, ഞാൻ ആഫ്രിക്കക്കാരുമായിട്ട് ശയിച്ചിട്ടുണ്ട്, പോരെ,
ഇന്ത്യക്കാർ, എന്നിട്ട് ഇംഗ്ലീഷുകാർ. ഒരു ലേഡി പച്ചക്ക് പറയണ അവിടെ ഇരുന്നുണ്ടേ, ഈ ലോകത്തിലുള്ള ഓരോ രാജ്യത്തിലുള്ള ആൾക്കാരുമായിട്ട് അവർക്ക് ശാരീരിക ബന്ധമുണ്ടെന്നാണ്. എന്നിട്ടും ഈ ആൾക്ക് തൃപ്തിയില്ല. അതൊരു മാനസിക രോഗമാണ്. സുവിശേഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നിങ്ങൾ അവറേഷൻസ് കാണിക്കുമ്പോഴേ, സെക്ഷൽ അവറേഷൻ ആയാലും ശരി, നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ട് നിങ്ങൾക്ക് തൃപ്തിപ്പെടാൻ പറ്റണില്ല എങ്കിൽ അതിന് നിങ്ങൾ ബാക്കി ഒരു ഔട്ട് പോസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്നറിയാവോ? അങ്ങനെ ഒരു ഔട്ട് പോസ്റ്റ് ഉണ്ടായാൽ എത്ര ഔട്ട് പോസ്റ്റ് ഉണ്ടാക്കിയെടുത്താലും ശരി, സ്റ്റെപ്പിനി ഉണ്ടാക്കിയെടുത്താലും നിങ്ങളുടെ ആർത്തി തീരത്തില്ല. ആർത്തിക്ക് അഭിഷേകമാണ് മരുന്നെന്ന് പറയണത്. ആർത്തിക്ക് മരുന്നില്ലല്ലോ, ആർത്തിക്ക് മരുന്നില്ല. ആർത്തിക്ക് മരുന്ന് ബൈബിളിൽ മാത്രമേ ഉള്ളൂ. അതിന് അഭിഷേകമെന്നാണ് പറയണത്. അതുകൊണ്ടാണ് 5 ഭർത്താക്കന്മാരുണ്ട്. സ്ത്രീയോട് ഈശോ എന്താ പറയണത്? ഈ വെള്ളം കുടിക്കണവൻ ഇനിയും ദാഹിക്കും. അതല്ലേ 4:13 എടുത്തേ. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. വേണ്ട, 5 ഭർത്താക്കന്മാരെ വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയോടാണ് ഈശോ പറയണത്. എന്താ പറയണത്? നിനക്ക് 6 അല്ല 60 ഭർത്താവ് ഉണ്ടായാലും പിന്നെയും ഈ കലാപരിപാടി തുടങ്ങിക്കൊണ്ടേയിരിക്കും, വീണ്ടും ദാഹിക്കും. പിന്നെ എന്തായാലും മറുപടി ഉണ്ട്. എന്താ ചെയ്യണത്? എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. അതായത് തന്നിൽ വിശ്വസിക്കാതിരുന്നവർ സ്വീകരിക്കാതിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനിത് പറഞ്ഞത്. അതാണ് അഭിഷേകത്തിൻ്റെ ആത്മാവ്. അല്ല, എൻ്റെ മക്കളെ, എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളെ പെട്ടിരിക്കണമെന്ന് വിചാരിച്ചോ? പെട്ടിരിക്കണം. നിങ്ങൾക്ക് വേണ്ടത് അഭിഷേകമാണ് വേണ്ടത്. നിങ്ങളിപ്പോൾ ഈ വിഷയം, അതായത് ഇപ്പോൾ ആകുലത ആയാലും ശരി, റെക്കറിങ് ആയിട്ടൊരു ആകുലത ഉണ്ടാവണമെന്ന് വിചാരിച്ചോ? ആ ആകുലത ഉണ്ടാക്കുന്ന വിഷയങ്ങൾ അതേപടി പച്ചക്ക് നിലനിൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആകുലതകൾ മാറ്റാൻ. ഇപ്പം സെമിയുടെ സാക്ഷ്യം അങ്ങനെയാണ്. സെമി എന്താ പറയണത്? ഇങ്ങനെയുണ്ടല്ലോ, എൻ്റെ മകനെ കൊണ്ടുപോയി ഞാൻ സ്കൂളിൽ ചേർത്തപ്പോഴുണ്ട് അവർ പറഞ്ഞ് അവർ കുഞ്ഞിനെ കൗൺസിൽ ചെയ്യും. അവിടുത്തെ സിസ്റ്റം അതാണ്. നമുക്ക് കണ്ട സ്കൂളിൽ കൊണ്ട് കാശ് കൊടുത്തിട്ട് ചേർക്കാൻ പറ്റത്തില്ല. കൊച്ചിനെ ആദ്യം ഒരു കൗൺസിലിംഗ് ബോർഡിന് ഹാജരാക്കണം. കുഞ്ഞിൻ്റെ IQ അവർ പരിശോധിക്കും. എന്നിട്ട് അവന് പഠിക്കാനുള്ള സ്കൂൾ അവർ നിശ്ചയിക്കും. കാര്യം മനസ്സില്ലേ? സിസ്റ്റത്തിൻ്റെ പോക്കതാണ്, നമ്മുടെ സിസ്റ്റം അല്ലാതെ. കുഞ്ഞിൻ്റെ IQ എന്താണെന്ന് നോക്കിയിട്ട് അതിനൊരു കോമൺ ബോർഡിനെ കൊണ്ടേ കൊടുക്കും. ആ ബോർഡിൽ ഇവനെ എഴുതിച്ചും വായിച്ചും സംസാരിച്ചും ഇവൻ ചിരിക്കുന്നുണ്ടോ, ആൾക്കാരുമായിട്ട് കൂട്ടുകൂടുന്നുണ്ടോ, ഇവൻ തമാശ പറയുമ്പോൾ ചിരിക്കുന്നുണ്ടോ, അതാ നിസ്സാര കാര്യത്തിന് ഇവൻ്റെ EQ ഒക്കെ, ഇമോഷണൽ കോഷൻസ് ഒക്കെ പോയി കിടക്കുകയാണ്. ഇതെല്ലാം നോക്കിയിട്ടാണ്, ഇവൻ്റെ മെൻ്റൽ സ്റ്റേച്ചറൊക്കെ നോക്കിയിട്ടാണ് ഇവനെ സ്കൂൾ നിശ്ചയിക്കണം അവർ. അങ്ങനെ സ്കൂൾ നിശ്ചയിക്കുമ്പോൾ കേരളത്തിലുള്ളതുപോലെ നല്ല സ്കൂൾ ഇവർക്ക് കിട്ടിയില്ല. ഇവർ വിചാരിച്ചത് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്കൂളിൽ പഠിപ്പിക്കാമെന്ന്. പക്ഷെ അവിടെ നടക്കത്തില്ല. കൊച്ചിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് മാത്രമേ പഠിപ്പിക്കൂ. ഇതോടുകൂടി ഈ സിമിയുടെ കൺട്രോൾ പോയി, സങ്കടമായി, ഭയങ്കര നിരാശയായി. ഇനി ഇവരിട്ടതൊരു 6ാം തരത്തിലുള്ള സ്കൂളിലാണ് വിട്ടിരിക്കുന്നത്. ആ സ്കൂളിലാണെങ്കിൽ അതായത് ഒരുമാരപ്പെട്ട പിള്ളേരൊക്കെ ഈ 2ാം ക്ലാസ്സുകാരെ ഡ്രഗ്സ് എടുക്കുന്ന സ്കൂളാണ്. സിഗരറ്റ് വലിക്കുന്ന 4ാം ക്ലാസ്സുകാരൻ. അപ്പം അങ്ങനെയൊക്കെയുള്ള സ്കൂളിൽ ചെന്ന് ഇവൻ മിക്കുവൻ്റെ കാര്യം പോക്കായിരിക്കും. അപ്പോഴങ്ങനെ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര സങ്കടമാണ്. ഇവിടെ കണ്ണ് തോരണില്ല. മാതാവിനോട് തോന്നിയ ദിവസം പറഞ്ഞ് പോയതാണ്, മാതാവ് അവധിയിലാണെന്ന് പറഞ്ഞു പോയതാണ്. ഇവിടെ കണ്ണ് തോരണില്ല. പക്ഷെ നമ്മളുടെ സത്യസന്ധമായിട്ട് അവർക്കിത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറയുന്നത് ഒരു ക്രൈമൊന്നുമല്ല. ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ ടൈം എടുക്കും, അത്രയേ ഉള്ളൂ. അതല്ല പ്രശ്നം. ഇവർ ബേസിക്കായിട്ട് നല്ല ലേഡിയാണ്. അവർക്ക് പള്ളിയും പ്രാർത്ഥനയും കൃപയും കുമ്പസാരമൊക്കെ ഉള്ളൊരു ലേഡിയാണ്. പക്ഷേ അവർക്ക് പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ ഉൾക്കൊള്ളുമ്പോൾ ശരി, നമ്മുടെ സഭയിൽ തന്നെ കരിസ്മാറ്റിക് പ്രസ്ഥാനം വന്നപ്പോൾ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിയ ഇല്ല. 50% പേര് അതിൻ്റെ അകത്തേക്ക് മൊബിലൈസ് ആയിപ്പോയിട്ടുള്ളൂ. ബാക്കി 50% ട്രഡീഷണലായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അവർ. അപ്പോൾ ആരുടെ കുറ്റമല്ല, ആൾക്കാർക്ക് ചിലത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവളിങ്ങനെ പറഞ്ഞത് കാരണം ഇവൾക്ക് പിന്നീട് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ സിമിക്ക് ഭയങ്കര സങ്കടമായി. അവർക്ക് ജോലി ചെയ്യാൻ പറ്റണില്ല. ഓർക്കുമ്പോഴൊക്കെ നെടുവീർപ്പും ഈ കുഞ്ഞിൻ്റെ ഭാവി എന്താണ് ഇനി എന്നൊക്കെ പറഞ്ഞേക്കുമ്പോൾ ആണ് പെട്ടെന്ന് ഇവളോടത്ത് ദൈവമേ. അപ്പോൾ അമ്മ വിളിച്ചു, ഇവളുടെ അമ്മ വിളിച്ചു പറഞ്ഞു, നീ അന്ന്
അസഭ്യം പറഞ്ഞു പോയ മാതാവില്ലേ, ആ മാതാവിൻ്റെ പത്രമൊക്കെ നീ കാണുന്നില്ലേ, എന്തുമാത്രം മനുഷ്യരാണ് അവിടെ പോയി രക്ഷപ്പെടണമെന്ന് ഈ അമ്മ പറഞ്ഞു കൊടുക്കും. ഇപ്പോഴാണ് അവർക്കൊരു ബോധം വന്നത്. അപ്പോൾ ഉടനെ അവരെന്ത് ചെയ്യും, അവർ ഓൺലൈൻ ഉടമ്പടി എടുക്കും. മദറിനോട് സോറി പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ ഉടമ്പടി എടുക്കും. ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാലോ ഓൺലൈൻ ഉടമ്പടിയിൽ ആകപ്പാടി ഇല്ലാത്തതായിട്ട് എന്താ ഉള്ളത്, നേർച്ച വസ്തുക്കൾ മാത്രമേ ഇല്ലാതെ ഉള്ളൂ, ബാക്കി എല്ലാം ഉടമ്പടി തന്നെയാണത്. സത്യസന്ധമായിട്ട് സീരിയസ് ആയിട്ട് എടുക്കുന്നവർ അത് അകലെ ഉള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. ഓൺലൈൻ ഉടമ്പടി എന്തിനാണ്? അന്റാർട്ടിക്ക പോലുള്ള ഒരു കാലത്ത് നാട്ടിൽ വരാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ളത്. മാതാവിൻ്റെ മല ഈ ഉടമ്പടി വെളിപ്പെടുത്തിയപ്പോൾ തന്നെ അതിൻ്റെ കൂടെ പടപടാന്ന് വെളിപ്പെടുത്തിയതാണ്. അല്ലാതെ പിന്നീട് ഞങ്ങളാരും ചിന്തിച്ച് ചെയ്തതൊന്നും അല്ല, ഇത് ചിന്തിച്ചോ ആലോചിച്ചോ ചെയ്തതല്ല. എനിക്കാണെങ്കിൽ കമ്പ്യൂട്ടറിന് ശരിക്കും വശമില്ല, മൊബൈൽ മാത്രമേ കൈകാര്യം ചെയ്യാൻ പരിചയമുള്ളൂ. ഞാൻ ചുമ്മാ ഒരു കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഈ ഉടമ്പടി, നമ്മുടെ ഇന്നത്തെ ഉടമ്പടി 2015 അമ്മ വെളിപ്പെടുത്തിയത്. ആ 2016 കാലഘട്ടങ്ങളിൽ തന്നെയാണ് ഞാൻ ചുമ്മാ കമ്പ്യൂട്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ എനിക്ക് പെട്ടെന്നൊരു ലിങ്ക് കിട്ടിയപ്പോൾ ഞാൻ ഉടനെ ജോമളെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു ലിങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജോമൾ പറഞ്ഞു, അപ്പോൾ ഒരു ഡിക്സൺ എന്ന് പറഞ്ഞൊരുത്തനും ഇവിടെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, അച്ഛൻ്റെ പത്രം ഉണ്ടല്ലോ, ഞാൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് തരാം. ഞാൻ പത്രം എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ അറിയത്തില്ല, അങ്ങനെ എറണാകുളത്തുകാരനാണ്, എവിടെയോ പള്ളിയിൽ നിന്ന് കൃപാസനം പത്രം കിട്ടിയോ പുള്ളി വായിച്ച് നോക്കിയോ പുള്ളി പറഞ്ഞു ഇത് ഇങ്ങനെയല്ല ഡിസൈൻ ചെയ്യേണ്ടത്. പുള്ളി കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ചെയ്ത് ഡിസൈൻ ചെയ്യുന്ന ആളാണ്, ഞാനത് ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരാളെ അമ്മ ലൈനിൽ കൊണ്ടുവന്നപ്പോൾ അത് ഈ ദിവസങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ലിങ്ക് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട ഈ ലിങ്ക് നോക്കിക്കേ, ഇതനുസരിച്ച് ഞങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ എന്ന് പറയണത്, ഞങ്ങൾ ഇവിടെ ഒരു മനുഷ്യൻ ഏത് കോണ്ടിനെൻറ്റിൽ നിന്നുകൊണ്ടും ഏത് ഭൂഖണ്ഡത്തിൽ നിന്നുകൊണ്ടും അവൻ്റെ പേരും അവൻ്റെ സങ്കടവും അവൻ്റെ അറ്റകൈ സമയത്ത് ഈ ലിങ്കിലോട്ട് അടിച്ചു കയറ്റിയാൽ ഇവൻ്റെ പേരിലൊരു തിരി തെളിഞ്ഞിട്ട് അവൻ്റെ പേര് തെളിയണം മാതാവിൻ്റെ മുമ്പേ കൃപാസനം മാതാവിനെ ഉടനെ കാണിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളത് വേണ്ടി പ്രാർത്ഥിച്ചോളാം. ഇതിൻ്റെ ആസ്തി ഭദ്രതയെന്ന് പറയണത് 97 മുതൽ ഞങ്ങൾ 87 മുതൽ ഇന്ന് വരെ നടത്തിയിട്ടുള്ള കടലിലെ കൺവെൻഷനും 10,000 മനുഷ്യരെ കേരളം മുഴുവൻ നടന്ന് ധ്യാനം നടത്തിയതും ഇവിടെ നടന്നിട്ടുള്ള ലക്ഷക്കണക്കിന് അഖണ്ഡ ജപമാലയും ഞാൻ ഒരു രാത്രി മുഴുവനൊക്കെ ഇരുന്ന് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവനും. അങ്ങനെ 2004 മുതൽ 2018 കോവിഡ് വരെ ഇവിടെ ഈ എല്ലാ ദിവസവും രാത്രി 6 മണി തൊട്ട് വെളുപ്പിന് 6 മണി വരെ ആൾക്കാരെ കാണാൻ വേണ്ടി രാത്രി ഇരിക്കുമായിരുന്നു. ഇവിടെ തലയൊക്കെ പൊട്ടിപ്പോണ അവസ്ഥയിലാണ് ഞാൻ ഇവിടുന്ന് പോയി അമ്പലപ്പുഴ പോയി കുർബാന ചെല്ലണത്. അപ്പോൾ ഇങ്ങനെ കുറേ ത്യാഗങ്ങൾ കർത്താവിന് വേണ്ടി സഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ആസ്തിയിലായിരിക്കണം ജനങ്ങൾ തിരികെത്തിക്കേണ്ടത്. അവർക്ക് മെറിറ്റില്ലെങ്കിലും കൃപാസനത്തിൻ്റെ ഒരു ആസ്തിയിൽ അവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടണം, അതാണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞ് ഉടനെ പുള്ളിക്കാരന് പെട്ടെന്ന് മാതാവ് ദൈവം ഒരു കാര്യം ഏറ്റെടുത്താൽ പിന്നെ പ്രോജക്റ്റും ഫണ്ടും പ്ലാനും ഫണ്ടും എല്ലാം ദൈവം ഇങ്ങനെ ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കും. അത് ഉടനെ ദൈവം ഉടനെ ആ മനുഷ്യനതൊരു ഐഡിയ കൊടുത്തു. പെട്ടെന്ന് അയാൾക്കത് കത്തി. അങ്ങനെയാണ് ലൈറ്റ് ആൻഡ് പെർ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് ഇന്നും ആൾക്കാർ പ്രശ്നം വന്ന ഉടനെ ലൈറ്റ് ആൻഡ് പെർ റിക്വസ്റ്റാണ് ചെയ്യുന്ന ആൾക്കാർ.